ആറാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് PSCയിലെ ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ് 20, അതിനുശേഷം 2-3 പുതിയ പാറ്റേണുകൾ കൂടെ വന്നിട്ടുണ്ട്. അതിൽ ഇനി എങ്ങനെ വരാൻ പോകുന്ന പാറ്റേണുകൾ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലെയുള്ള ഒരു ഡിഗ്രി ലെവൽ പരീക്ഷ അത് നേടാൻ നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് നടപ്പിലാക്കേണ്ട 7 കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ പറയും, കാരണം പല കാര്യങ്ങളും പല വീഡിയോകളിൽ പല സമയത്തായിട്ട് പറഞ്ഞതും പറയാത്തായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ നിങ്ങളിലേക്ക് ഒന്ന് എത്തിക്കാനുള്ള മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ കാര്യത്തിലേക്ക് പോകും. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് PSC പ്ലസ് UPSC അപ്രോച്ച് എന്നുള്ളതാണ്. അതായത് ഒരു PSC അപ്രോച്ചിൽ മാത്രം നോക്കിയാൽ എന്ത് ചെയ്യില്ല, ഇന്ന് ഒരു ഡിഗ്രി ലെവൽ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു UPSC അപ്രോച്ച് മാത്രം നോക്കിയാലും അത് നടക്കില്ല. കാരണം 2 വിഭാഗങ്ങളെയും ടച്ച് ചെയ്യുന്ന രീതിയിൽ പഴയ രീതിയിലുള്ള ചോദ്യങ്ങളും പുതിയ രീതിയിലുള്ള ചോദ്യങ്ങളും ഒക്കെ അടങ്ങിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ 2 അപ്രോച്ചും നടത്തുക. ഒരു PSCയുടെ റാങ്ക് ഫയൽ മാത്രം വാങ്ങി പഠിച്ചുകൊണ്ട് കാര്യമില്ല, അതേപോലെ UPSCയുടെ ക്ലാസ്സുകൾ മാത്രം കണ്ടുകൊണ്ട് കാര്യമില്ല. രണ്ടും കൂടെ ചേർന്നുകൊണ്ടുള്ള ഒരു അപ്രോച്ച് നടത്തുക, അങ്ങനെയുള്ള കോഴ്സുകൾ ഉപയോഗിക്കുക, അങ്ങനെയുള്ള ക്ലാസ്സുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഹോളിസ്റ്റിക് അപ്രോച്ച് ആണ്. ഇതൊക്കെ ഞാൻ ഈ ഒരു PSCയുടെ രീതികൾ മാറിയതിനു ശേഷം മുതൽ അങ്ങോട്ട് പലതവണയായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി പറയാത്ത കാര്യങ്ങളും വേറെ ഉണ്ട്. ഓക്കെ, ദെൻ ഹോളിസ്റ്റിക് അപ്രോച്ച്, അതായത് ഇപ്പോൾ ആദ്യം പ്രിലിംസിന്റെ സിലബസ് വെച്ച് പഠിച്ച് അതിനു വേണ്ടി പഠിക്കുക, അത് കിട്ടുകയാണെങ്കിൽ മെയിൻസിന് വേണ്ടി പഠിക്കുക, അങ്ങനെയുള്ള പരിപാടിയേ ഇല്ല. പ്രിലിംസിന്റെയും മെയിൻസിന്റെയും കൂടെ സിലബസിനെ ഒന്നായി കണ്ടുകൊണ്ട് ഒരുമിച്ച് ഇപ്പോഴേ പഠിക്കുക എന്നുള്ളതാണ്. ഇത് മെയിൻസിനല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഇപ്പം മാറ്റി വെക്കാൻ പറ്റില്ല. മെയിൻസും കൂടെ ചേർത്ത് കൊണ്ടുള്ള കാര്യങ്ങൾ പഠിക്കുക, അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ഏരിയകൾ ആദ്യം തീർത്ത് മുന്നേറുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന ഒരു ചിന്ത, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ സിലബസ് ഇല്ലല്ലോ. സിലബസ് ഉണ്ട്. LSCയുടെ മെയിൻ പരീക്ഷയുടെ പേപ്പർ 1 സിലബസ് അത് അതേപോലെ പഠിക്കുക. പേപ്പർ 2 എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഞാൻ പ്രത്യേകം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് പേപ്പർ 2 LSCയുടെ ആദ്യത്തെ 1-2 സാധനങ്ങളുണ്ടല്ലോ, ഇന്ത്യൻ എക്കോണമി, ഇന്ത്യൻ പൊളിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ഉറപ്പായിട്ടുണ്ടാവും. പിന്നെ സുപ്രധാന നിയമങ്ങൾ ഉണ്ടാവും, കേരളത്തിന്റെ ഭരണ സംവിധാനം ഉണ്ടാവും, ഇങ്ങനെയുള്ള പ്രത്യേകം ഉറപ്പായിട്ടുണ്ടാവുന്ന ഏരിയകളുണ്ട്. ആ സാധനങ്ങളൊക്കെ ചേർത്തുകൊണ്ട് ഒരു സിലബസ് കൃത്യമായിട്ട് തയ്യാറാക്കി മുന്നിൽ വെക്കുക, എന്നിട്ട് പഠിച്ചോളുക. അങ്ങനെയുള്ള ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് നടത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം ഓൺലൈൻ കോഴ്സ് പ്ലസ് റഫറൻസ് മെറ്റീരിയൽ. ഒരു ഓൺലൈൻ കോഴ്സ്, അത് ഏതെങ്കിലും ഒരു ആപ്പിന്റെ ഒരു ഓൺലൈൻ കോഴ്സും ദെൻ റഫറൻസ് മെറ്റീരിയലും. ഞാനിപ്പോൾ എൻട്രി ആപ്പിന്റെ ഭാഗമാണ്. എൻട്രി ആപ്പിൽ ഡിഗ്രി ലെവലിന്റെ കാര്യത്തിൽ നമ്മൾ വളരെ അഭൂതപൂർവ്വമായിട്ടുള്ള പുരോഗതി കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ടീച്ചേഴ്സും UPSC ബാക്ക്ഗ്രൗണ്ടും PSC ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ഉള്ള എല്ലാവരും ഓൾറെഡി ക്രാക്ക് ചെയ്തിട്ടുള്ള ആ രീതിയിലുള്ള ടീച്ചേഴ്സ്, അനുഭവ സമ്പത്തുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഓരോ വിഷയ മേഖലയിലും എക്സ്പേർട്ട് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് ക്ലാസ്സുകൾ ചെയ്യുന്നതുകൊണ്ട് ഓക്കെ, എൻട്രി ആപ്പ് എടുക്കാൻ നിങ്ങളോട് പറയുന്നതിന് എനിക്കൊരു ധൈര്യക്കുറവുമില്ല. അവർ ഓൺലൈൻ കോഴ്സ് പ്ലസ് റഫറൻസ് മെറ്റീരിയൽ, അതായത് നിങ്ങളൊരു പുസ്തകം, ഏതെങ്കിലും ഒരു റാങ്ക് ഫയൽ, ട്രഡീഷണൽ റാങ്ക് ഫയൽ മാത്രം വാങ്ങി പഠിച്ചുകൊണ്ട് ഇപ്പോഴത്തെ കാലത്ത് ഇത് കിട്ടില്ല. ഇവിടെ എന്ത് വേണം, ഓരോന്നിനും പ്രത്യേകം ബുക്ക് തന്നെ വാങ്ങണം. നിങ്ങൾക്കറിയാം, അങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. റഫറൻസ് മെറ്റീരിയൽ ഏതൊക്കെയാണ് ഓരോ വിഷയങ്ങൾക്ക് നോക്കേണ്ടത് എന്നുള്ള രീതിയിൽ, അല്ലെ, ലക്ഷ്മികാന്തിന്റെ പൊളൈറ്റ് വാങ്ങണം, അല്ലെ, ബിപിൻ ചന്ദ്രയുടെ ഹിസ്റ്ററി വാങ്ങണം, ഇങ്ങനെ കൃത്യമായിട്ട് ഓരോന്നും പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള റഫറൻസ് മെറ്റീരിയൽ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഒരു ഓൺലൈൻ കോഴ്സും വേണം. ഓൺലൈൻ കോഴ്സ് ഉണ്ടെങ്കിൽ പിന്നെ ഇതൊക്കെ അതിൽ കിട്ടുമല്ലോ, പിന്നെ എന്തിനാ പുസ്തകം എന്ന് ചോദിക്കരുത്. കിട്ടും, പക്ഷേ നമുക്ക് പൂർണ്ണമായിട്ടും 100% ഒരു ഓൺലൈൻ കോഴ്സ് ഉപയോഗിച്ച് പഠിക്കൽ എന്ത് ചെയ്യില്ല, നമുക്ക് നടക്കുന്ന കാര്യമല്ല. പല പ്രശ്നങ്ങളുണ്ടാവും. വായിച്ചുള്ള പഠനം നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ വായിച്ചിട്ടുള്ള പഠനവും വേണം, ക്ലാസ് കാണുകയും വേണം. മാക്സിമം വായിച്ചു പഠിക്കാൻ പറ്റുന്നത് വായിച്ചു പഠിക്കുകയും ദെൻ ബുദ്ധിമുട്ടുള്ള ഏരിയകൾ ക്ലാസ് കാണുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഒരു ബെറ്റർ സ്റ്റഡി പ്ലാനിന് അനുയോജ്യമായിട്ടുള്ള കാര്യം. ദെൻ 4ാമത്തെ കാര്യം എന്ന് പറയുന്നത് വായിക്കണം എന്ന് പറഞ്ഞല്ലോ ഞാൻ. ഈ വായിക്കുന്ന സമയത്ത് അടിവരയിട്ട് കുറച്ച് ഉറക്കനെ വായിക്കുക. അപ്പോൾ നമ്മുടെ മനസ്സിൽ അത് കൂടുതലായിട്ട് പതിഞ്ഞു നിൽക്കും. മനസ്സിലിങ്ങനെ വായിക്കുന്നതും ഇത്തിരി ഒന്ന് ഉറക്കനെ വായിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്, അല്ലേ? കുറച്ച് ഉറക്കനെ വായിക്കുമ്പോൾ അതിങ്ങനെ പുറത്തുകൂടെ വന്ന് ചെവി കൂടെ അതിൽ ഉൾപ്പെടുകയാണ്. അപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് ഉറക്കാനുള്ള സാധ്യത കൂടും. അതേപോലെ തന്നെ അടിവരയിട്ട് വായിക്കുക, അവിടെ പ്രവൃത്തി കൂടെ നടക്കുകയാണ്. അപ്പോൾ അത് ഓർത്ത് വെക്കാനുള്ള സാധ്യത നമുക്ക് എന്തായിരിക്കും, കൂടുതലായിരിക്കും. അതുകൊണ്ട് അടിവരയിട്ട് വായിക്കാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, അടിവരയിട്ട് മുറിച്ച് വായിക്കാനൊക്കെ. ഓരോ കാര്യങ്ങളും വായിക്കുന്ന സമയത്ത് മുറിച്ച് വായിച്ച് ശീലിക്കുക, അല്ലേ? അങ്ങനെ മുറിച്ച് വായിച്ച് ശീലിക്കുമ്പോൾ നമുക്ക് പുതിയ അറിവുകൾ കടന്നു വരും. അത് നമുക്ക് പലയിടത്തിലും പിന്നീട് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ ട്രെയിൻ ടു ബ്രെയിൻ മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് 2018 കാലഘട്ടത്തിൽ ഇറക്കിയ ഒരു പുസ്തകം തന്നെയുണ്ട്, റാങ്ക് മേക്കർ GK 5-in-1. അതിൽ ട്രെയിൻ ടു ബ്രെയിൻ മെത്തേഡ് എന്താണെന്നൊക്കെ വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു 100 പ്രിഫിക്സ്, 100 സഫിക്സ്, 100 റൂട്ട് വേർഡ് അല്ലെങ്കിൽ വേർഡ് റൂട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരു 300 വാക്കല്ല അവിടെ പഠിക്കുന്നത്, 1000കണക്കിന് നമുക്ക് ആവശ്യമുള്ള വാക്കുകളാണ്. അത് നമുക്ക് ഇംഗ്ലീഷിൽ വൊക്കാബുലറിയിൽ ഗുണം ചെയ്യും, സയൻസിൽ ഗുണം ചെയ്യും, ജോഗ്രഫിയിൽ ഗുണം ചെയ്യും. ഇങ്ങനെയുള്ള പല വിഷയങ്ങൾ നമുക്ക് ഗുണം ചെയ്യും, അല്ലേ? ഇത് സംഭവം മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. അതൊക്കെ
എത്രയോ കാലം മുന്നേ ഞാൻ യൂട്യൂബിൽ വന്ന ആ ഒരു ടൈം മുതൽ ഞാൻ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുള്ളതാണ് അല്ലെ. അതിൽ ഏറ്റവും മനസ്സിലാക്കാൻ പാകത്തിൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ എറിത്രോ എന്ന് പറഞ്ഞാൽ ചുവപ്പാണ്. അത് ബൈഹാർട്ട് പഠിക്കുന്ന ഒരാൾ എറിത്രോസിൻ ചുവപ്പ് നിറം, ഭക്ഷണത്തിന് ചുവപ്പ് നിറം കൊടുക്കുന്നു എന്ന് ബൈഹാർട്ട് പഠിച്ചു വെക്കും. എന്നിട്ടോ എറിത്രിയൻ കടൽ, ചെങ്കടൽ അത് വേറെ പഠിക്കും. അതല്ല, എറിത്രോ ചുവപ്പാണെന്ന് പറഞ്ഞാൽ അവിടെ എന്ത് ചോദ്യം വന്നാലും, എറിത്രോസൈറ്റോസിസ് വന്നാലും, എറിത്രോസൈറ്റോപീനിയ വന്നാലും, എറിത്രോബ്ലാസ്റ്റാസിസ് ഫീറ്റാലിസിസ് വന്നാലും, ഇങ്ങനെ 10-100ഓളം ചോദ്യങ്ങൾ അവിടെ തന്നെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഓപ്ഷൻ നോക്കിയിട്ട് ആൻസർ ചെയ്യാൻ പറ്റണം. ലൂക്കോ വൈറ്റ് ആണ് അല്ലെ. അങ്ങനെയുള്ള ഇഷ്ടംപോലെ സംഗതികളുണ്ട്. ഇത് സയൻസിൽ മാത്രമല്ല ഗുണം ചെയ്യുക, ജോഗ്രഫിയിൽ ഗുണം ചെയ്യും അല്ലെ. അതേപോലെ ഇംഗ്ലീഷിൽ വളരെയധികം ഗുണം ചെയ്യുന്ന സാധനമാണ്. അങ്ങനെയാണ് നമ്മൾ വൊക്കാബുലറിയും കാര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുക. അതിലൂടെ തന്നെ നമുക്ക് 5-10 മാർക്ക് നിങ്ങൾ വിചാരിക്കാത്ത, വായിക്കാത്ത പല ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്യാനുള്ള ശീലം ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സഹായിക്കും. ഒരു റാങ്ക് ജേതാവിന്റെ ലക്ഷണമായിട്ടുള്ള ഒരു സാധനമാണിത്. ഇതൊക്കെ പരിശീലിക്കുന്ന ആളുകൾ ഒക്കെയാണ് ആദ്യം റാങ്കുകളിലേക്ക് പോവുക. നമുക്കൊരു ധൈര്യം വേണം. നമ്മളെ കയ്യിലുള്ള മിനിമം അറിവ് വെച്ച് മാക്സിമം ആൻസർ ചെയ്യാനുള്ള ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കുക. ധൈര്യപൂർവ്വം ഇറങ്ങിത്തിരിക്കുക, അത്തരം ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് നമുക്ക് ഈ രീതിയിലുള്ള വായന വേണം. ആ രീതിയിലുള്ള കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് മുറിച്ച് വായിക്കാൻ ശീലിക്കണം. ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും പറയുന്ന വാക്ക്, അത് മുറിച്ച് നോക്കിയ ബ്രേക്ക്ഫാസ്റ്റ്, ഫാസ്റ്റിനെ മുറിക്കുകയാണ്. ഫാസ്റ്റ് അല്ലെ, നമ്മൾ രാത്രി ഭക്ഷണം കഴിച്ച് ഫാസ്റ്റ് ആണ്, പിന്നെ രാവിലെ അത് ബ്രേക്ക് ചെയ്യുക. അതുകൊണ്ടാണ് അതിനെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള വാക്കുകൾ മുറിച്ച് ശീലിച്ചാൽ പിന്നീട് അങ്ങോട്ട് നല്ല ഹാർഡ് ആയിട്ടുള്ള വാക്കുകൾ മുറിച്ച് ശീലിക്കാൻ പറ്റും. അങ്ങനെ മുറിച്ച് ശീലിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല ചോദ്യങ്ങളും കാണുമ്പോൾ, ചില വാക്കുകൾ കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ ആൻസർ കിട്ടും. ഓക്കെ, 2020 ഞാൻ യൂട്യൂബിൽ വന്നപ്പോൾ ചെയ്ത 3ാമത്തെ വീഡിയോ തന്നെ ഈ ഒരു സാധനമാണ്, ട്രെയിൻ ടു ബ്രെയിൻ മെത്തേഡ്, റാങ്ക് ജേതാവിന്റെ ലക്ഷണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അതൊക്കെ ചെയ്ത് എടുത്ത് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ദെൻ 5ാമത്തെ കാര്യം എന്ന് പറയുന്നത് റിവിഷൻ എക്സാമും മോഡൽ എക്സാമും. ഇത് ഏറ്റവും പ്രധാന കാര്യം. പഠിക്കലും റിവിഷനും ഒക്കെ എല്ലാവരും ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ മാക്സിമം എക്സാം ചെയ്യുന്ന ആളുകളായിരിക്കും വിജയിക്കുക. കാരണം ഈ എക്സാമിലൂടെ മാക്സിമം നമ്മളെ പെർഫെക്റ്റ് ആക്കിയാൽ മാത്രമാണ് ഇന്ന് ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയുടെ 100 ചോദ്യങ്ങളിലൂടെ നിങ്ങൾക്ക് കടന്നു പോകാനെങ്കിലും പറ്റുള്ളൂ. ഒന്നെല്ലാത്തിലൂടെയും കടന്നു പോയിട്ട് അവസാനം കുറച്ചൊരു സമയം നമുക്ക് ബാക്കി കിട്ടണം. എന്നിട്ട് നമ്മൾ വിട്ട ചോദ്യങ്ങൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. അങ്ങനെ നിങ്ങൾക്ക് 100 ചോദ്യങ്ങളിലൂടെയും കടന്നു പോകണമെങ്കിൽ മാക്സിമം സ്പീഡ് നിങ്ങൾക്ക് വേണം. ആ സ്പീഡ് ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. നിങ്ങൾ മാക്സിമം പഠിച്ചുകൊണ്ടും കാര്യമില്ല. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, പരീക്ഷകൾ മാക്സിമം അറ്റൻഡ് ചെയ്ത് തന്നെ നമുക്ക് ആ സ്പീഡ് കൂട്ടിയെടുക്കണം. അതുകൊണ്ട് ഡെയിലി എക്സാമുകൾ, വീക്ക്ലി എക്സാമുകൾ, മന്ത്ലി റിവിഷൻ എക്സാമുകൾ, ഇങ്ങനെയുള്ള ഓരോ എക്സാമുകൾ, ടോപ്പിക് എക്സാമുകൾ, ഇങ്ങനെയുള്ള ഓരോ എക്സാമുകളും പാഴാക്കരുത്. അതൊക്കെ നിങ്ങൾക്ക് എൻട്രിയിൽ ഫ്രീ ആയിട്ട് തന്നെ കിട്ടും. വേണമെങ്കിൽ അത്തരം എക്സാമുകളൊക്കെ നിങ്ങൾക്ക് എൻട്രിയിൽ ഫ്രീ ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതേപോലെ മോഡൽ എക്സാമുകൾ കുറച്ച് അങ്ങോട്ടേക്ക് എത്തിയിട്ട് ചെയ്താൽ മതി. കുറച്ച് കണ്ടന്റ് ഒക്കെ ഉള്ളിൽ എത്തിയതിനു ശേഷം മോഡൽ എക്സാമുകൾ. അപ്പൊ അങ്ങനെ മാക്സിമം എക്സാമുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആവാനുള്ള പരീക്ഷയിൽ ടൈം മാനേജ്മെന്റ് അതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാന കാര്യമാണ്. അത് ചെയ്ത് ശീലിക്കുക. ദെൻ 6ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് PSCയിലെ ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ് 20 PSCയിലെ ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ്. അതിനുശേഷം 2-3 പുതിയ പാറ്റേണുകൾ കൂടെ വന്നിട്ടുണ്ട്. അതിൽ ഇനി എങ്ങനെ വരാൻ പോകുന്ന പാറ്റേണുകൾ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്. അത്തരം പാറ്റേണുകൾ പിന്നീട് വരികയും ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കാണും നിങ്ങൾ. 20 PSC ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ് സുജേഷ് പുറക്കാട് അടിച്ചാൽ അല്ലെങ്കിൽ എൻട്രി ആപ്പ് അടിച്ചാൽ ആ വീഡിയോ വരും. ആ വീഡിയോ കാണുക. അതിൽ ഓരോന്നും എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള മനസ്സിലാക്കിയെടുക്കുക. അത് എളുപ്പത്തിൽ ചെയ്യാനുള്ള മാർഗ്ഗങ്ങളുണ്ട്. അങ്ങനെ ഓരോ ചോദ്യവും ഓപ്ഷനൊക്കെ വെട്ടിക്കുറച്ചിട്ടും അല്ലെ, നമുക്ക് അറിയുന്ന ചില ഹിന്റുകൾ ഉണ്ടാവും, അതിൽ നിന്നൊക്കെ കടന്നു പോയിട്ടും അങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കറക്കിക്കുത്ത് നടത്താൻ പറ്റും. അതിനെയാണ് ഞാൻ ലോജിക്കൽ കറക്കിക്കുത്ത് അല്ലെങ്കിൽ ശാസ്ത്രീയമായ കറക്കിക്കുത്ത് എന്നൊക്കെയുള്ള രീതിയിൽ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇതും ഞാൻ യൂട്യൂബിൽ വന്ന കാലഘട്ടത്തിൽ തന്നെ 2019-20 കാലഘട്ടത്തിൽ തന്നെ ഒരു 4-5 വീഡിയോകൾ തന്നെ ഈ ഒരു ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട് പല തവണയായിട്ട് ചെയ്തിട്ടുണ്ട്. കറക്കി കുത്തുന്നത് വെറും അത്തള പുത്തള തവളാച്ചി മറിയം വന്ന് വിളക്കൂതിയും പറഞ്ഞ കണ്ണും പൂട്ടിയുള്ള കുത്തല്ല. അണ്ടക്കമുണ്ടൊക്കെ ഡാം ഡോം ഡിസ്കണക്കണ കൊക്കനക്കണ ഡമാനമ്മ ഡീം ഡീ കിടക്കട്ടെ പറഞ്ഞുള്ള കുത്തല്ല. അത് ചുമ്മാ ഉള്ള കറക്കി കുത്താണ്. അത് തെറ്റിലേക്കേ പോവുള്ളൂ. ലോജിക്കൽ കറക്കി കുത്താണ്, ശാസ്ത്രീയമായ കറക്കി കുത്താണ്. നമ്മളെ കയ്യിലുള്ള അറിവിന്റെ അടിത്തറ വെച്ചിട്ട് അതിൽ കയറി നിന്നുകൊണ്ടുള്ള കറക്കി കുത്താണ്. അത് ശരിയിലേക്ക് പോവുള്ളൂ. അതേപോലെ ഓപ്ഷനുകൾ വെട്ടിച്ചുരുക്കിക്കൊണ്ടുള്ള കറക്കിക്കുത്താണ്. അതൊക്കെ ശരിയിലേക്ക് പോവുള്ളൂ. അതാണ് ലോജിക്കൽ കറക്കിക്കുത്ത്. അതിനുള്ള ധൈര്യം വേണം. അല്ലാതെ ഒരു അമ്മാവൻ വൈബ് അടിച്ചിട്ട് അല്ലെ, പണ്ടൊക്കെയുള്ള ആളുകൾ പറയുന്ന പോലെ, പണ്ടൊക്കെ ഞാനൊക്കെ പഠിക്കാൻ ഇറങ്ങുന്ന കാലഘട്ടത്തിൽ ഞങ്ങള് യൂട്യൂബ് ചാനലുകളൊന്നും അന്നില്ല. പക്ഷെ പൊതുവെ നമ്മളെ മുന്നേ പോയ ആളുകളുണ്ടല്ലോ, റാങ്ക് ജേതാക്കളൊക്കെ ആയിട്ടുള്ള ആളുകൾ, അവർ പോലും പറയുന്നത് അറിയുന്ന മാത്രമേ ഇതാവുള്ളൂ, വെറുതെ തെറ്റിക്കരുതെന്നൊക്കെയാണ്. ഞാനൊക്കെ അതിൽ നിന്ന് മാറി സഞ്ചരിച്ച ആളുകളാണ്. ഞാൻ മാത്രമല്ല, ഏത് ആദ്യ റാങ്ക് ജേതാക്കളും ആ രീതിയിൽ തന്നെയാണ്. അവരുടേതായ വഴികളിലൂടെ സഞ്ചരിക്കും, ധൈര്യപൂർവ്വം സഞ്ചരിക്കും. ആദ്യം കുറെ തെറ്റ് വരും, പക്ഷെ പിന്നീട് അത് ശരിയായിട്ട് വരും. അപ്പൊ ഇപ്പൊ ഇന്ന് മാക്സിമം എക്സാമുകളിൽ, മോഡൽ എക്സാമുകളിൽ, മറ്റു പരീക്ഷകളിലൊക്കെ അത് പരീക്ഷിക്കുക. നമ്മൾ ഇറങ്ങിത്തിരിക്കുക, അറിയാത്ത ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുക. ആദ്യം കുറെ തെറ്റുകൾ വരും, പിന്നെ അതിന്റെ എണ്ണം കുറഞ്ഞു വരും. പിന്നെ അവസാനം യഥാർത്ഥ പരീക്ഷകൾ എത്തുമ്പോഴേക്കും നമ്മൾ ചെയ്യുന്നതിലെ ഭൂരിഭാഗം ശരിയും ചെറിയ തെറ്റും ഉണ്ടാവും. അങ്ങനെയുള്ള മാർക്കുകളിലൂടെയാണ് റാങ്ക് ജേതാക്കൾ ജനിക്കുക. അല്ലാതെ നിങ്ങൾ ഉണ്ടാക്കിയ അറിവുകൾ അവിടെ വെച്ച് കിടക്കും. ഇതേ അറിവും
അതിനേക്കാൾ കുറഞ്ഞ അറിവുള്ള ആളുകൾ നിങ്ങളെക്കാൾ ടോപ്പ് റാങ്ക് വാങ്ങിപ്പോവുകയും ചെയ്യും. നമ്മൾ ഇങ്ങനെ പരീക്ഷകളിൽ ഇങ്ങനെ പറയിലായി കിടക്കുകയോ അല്ലെങ്കിൽ ലിസ്റ്റിന്റെ 1 മാർക്കിന് പുറത്തായി അല്ലെങ്കിൽ 0.33 മാർക്കിന് പുറത്തായി എന്നൊക്കെ പറഞ്ഞ് നടക്കേണ്ടിയും വരും. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് ധൈര്യപൂർവ്വം ഇറങ്ങിത്തിരിക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത്. ദെൻ 7ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് സെക്രട്ടറി ടെസ്റ്റ് നേടുക എന്നുള്ളൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് കാര്യമില്ല. ആ ലക്ഷ്യം നേടിയാലേ എൻ്റെ മറ്റ് ആഗ്രഹങ്ങൾ സഫലമാവുള്ളൂ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള കാര്യങ്ങൾ ഇതുമായിട്ട് ചേർത്ത് വെക്കണം. നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ കുറേ സ്വപ്നങ്ങളുണ്ട് അല്ലെ, കാറ്, ബസ്, ജീപ്പ്, സ്കൂട്ടർ, മറ്റേ ഐഫോണ്, മറ്റേ ഫോൺ, അങ്ങനെ പല രീതിയിലുള്ള അല്ലെ സാമൂഹ്യ സേവനം, അത് തുടങ്ങൽ, ഇത് തുടങ്ങൽ, അല്ലെങ്കിൽ വീട്ടുകാർക്ക് അത് വാങ്ങിക്കൊടുക്കൽ, ഇത് വാങ്ങിക്കൊടുക്കൽ, അങ്ങനെ ഇഷ്ടം പോലെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പല രീതിയിൽ പല ആളുകൾക്ക് ഉണ്ടാവും. നമ്മുടെ വിഷ് ലിസ്റ്റിൽ പല യാത്രകൾ പോകാനുണ്ടാവും പല സ്ഥലങ്ങളിൽ. ഇങ്ങനെയുള്ള യാത്രകളും സ്വപ്നങ്ങളും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഈ ആഗ്രഹങ്ങളൊക്കെ എന്ത് ചെയ്യണം? നിങ്ങളുടെ ലക്ഷ്യത്തോടൊപ്പം ചേർത്ത് വെക്കണം. ഈ ലക്ഷ്യം നേടിയാൽ മാത്രമേ ഇതൊക്കെ എനിക്ക് സാധിക്കുള്ളൂ. ലക്ഷ്യം നേടിയില്ലെങ്കിൽ ഇതൊന്നും എനിക്ക് നടക്കില്ല എന്നുള്ള ബോധ്യം ഇയാൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇയാളുടെ കഴിവിന്റെ 100% പുറത്തെടുക്കാൻ തുടങ്ങും. അങ്ങനെ ആ ചിന്ത വരുത്തുക, അതിനെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ ദിവസവും കണ്ടുകൊണ്ടിരിക്കുക. എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ച് കിടക്കുക. അതിനുശേഷം ഈ ഒരു ചിന്തയും കൊണ്ട് ഈ ഒരു സ്വപ്നങ്ങളെക്കുറിച്ചും ആഗ്രഹങ്ങളെക്കുറിച്ചും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി അതിനെക്കുറിച്ചുള്ള പോസിറ്റീവ് സൈഡ് അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പുറത്തുനിന്നുള്ള മോട്ടിവേഷൻ അധികം വേണ്ടി വരില്ല. നമ്മൾ തന്നെ നമ്മളെ എന്ത് ചെയ്യും? മുന്നോട്ടേക്ക് തള്ളിക്കൊണ്ടേയിരിക്കും. നമ്മളെ ജോലിയിലേക്ക് എത്തുന്നവരെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. അല്ലാതെ ഓരോ ദിവസവും ഇൻസ്റ്റയിൽ പോയിട്ട് റീൽസ് കണ്ട് മോട്ടിവേറ്റഡ് ആവേണ്ട ഒരു അവസ്ഥ എന്ത് ചെയ്യില്ല, നിങ്ങൾക്ക് വരില്ല. അതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക? നമ്മുടെ ലക്ഷ്യം അത് നേടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഓരോ ദിവസവും ഇന്നത് തീർക്കണം. അപ്പൊ അങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാവണം. ആ സ്റ്റഡി പ്ലാനിലുള്ള കാര്യം അന്ന് തീർത്താൽ ഈ ലക്ഷ്യം നേടി അതേ സംതൃപ്തി അനുഭവിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണം. അങ്ങനെ പറ്റണമെങ്കിൽ എന്ത് വേണം? ഈ ലക്ഷ്യം നേടിയില്ലെങ്കിൽ എനിക്ക് ഈ ആഗ്രഹങ്ങളൊന്നും നടക്കില്ല എന്നുള്ള ബോധ്യം വേണം. അപ്പൊ ഈ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നടക്കണമെങ്കിൽ ഞാൻ ഈ ലക്ഷ്യം നേടണം. ഈ ലക്ഷ്യം നേടാൻ ഇന്ന് പഠിക്കണം. അപ്പൊ ഇന്ന് പഠിച്ചാൽ ഈ പറഞ്ഞ ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ കിട്ടുന്ന അതേ ആനന്ദം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. ഇതാണ് പണ്ട് ഓഷോ ഒക്കെ പറഞ്ഞിട്ടുള്ളത്. അതായത് ലക്ഷ്യത്തിൽ മാത്രമല്ല അല്ലെ, മാർഗത്തിലും നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റണം എന്നുള്ളത്. ആ മാർഗത്തിൽ ഓരോ ദിവസവും സന്തോഷം കണ്ടെത്തിയാൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പഠനം നിർത്തി പോവില്ല. ഈ ഒരു ദീർഘകാലം നിങ്ങൾക്ക് ഇതിൽ തുടരാൻ പറ്റും. ക്ഷമ എന്ന് പറയുന്ന ഒരു PSC ഉദ്യോഗാർത്ഥിക്ക് വേണ്ട ഏറ്റവും പ്രധാന ഗുണമാണ്. ഈ ദീർഘകാലം ക്ഷമയോടെ ഇവിടെ നിലനിന്ന് നല്ല ഹാർഡ് വർക്ക് ചെയ്താൽ പരീക്ഷ ഹാളിൽ സ്മാർട്ട് വർക്ക് ചെയ്യാനുള്ള കണ്ടന്റ് നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. അത് നിങ്ങൾക്ക് ഫലവത്തായിട്ട് ആ ഒരു 1.5 മണിക്കൂർ നല്ല സമ്മർദ്ദമില്ലാതെ അവിടെ പ്രയോഗിക്കാൻ പറ്റും. ആ സമ്മർദ്ദമില്ലാതെ പ്രയോഗിക്കാൻ വേണ്ട ടിപ്സും കാര്യങ്ങളൊക്കെ പലതവണ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ പുസ്തകത്തിലും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. റാങ്ക് മേക്കർ GK 5-in-1 എന്നുള്ള പുസ്തകത്തിലും വിദ്യാലയം എന്നുള്ള പുസ്തകത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ എക്സാം ഹാളിൽ ചെയ്യേണ്ട ടിപ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ആ 1.5 മണിക്കൂർ, ആ പ്രിലിംസിന്റെ 1.25, മെയിൻസിന്റെ 1.5 മണിക്കൂർ, അതൊക്കെ ഫലവത്തായി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ടോപ്പ് റാങ്ക് നേടാൻ നിങ്ങൾക്ക് പറ്റും. അപ്പൊ സെക്രട്ടറി ടെസ്റ്റിന് ഇപ്പോഴേ ഇറങ്ങിത്തിരിക്കുക, നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ബൈ.